എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതും ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ പോകാനോ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനൊന്നും പറ്റില്ല നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമുക്ക് മാക്സിമം കേടുകൂടാത്ത ഐറ്റംസൊക്കെ, ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ മാക്സിമം വാങ്ങി വെക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് കത്തിയടിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോയേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കലാപരിപാടി ആരംഭിക്കാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയുണ്ട്, തൈരുണ്ട്. ഉരുളക്കിഴങ്ങ് കണ്ടപ്പോഴേ പിടികിട്ടി കാണുമല്ലേ എന്തായിരിക്കുമെന്ന്. അതെ, നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിൽ ഉപ്പേരി എന്ന് പറയും, ഞങ്ങളുടെ അങ്ങോട്ട് മെഴുക്ക് പുരട്ടി എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് നല്ല ഒരു ചമ്മന്തി ഉണ്ടാക്കാം, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാം. മുട്ട സ്ഥിരം ഉള്ളതുകൊണ്ട് പിന്നെ അത് നമ്മുടെ മെയിൻ ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ. പിന്നെ തൈരുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ മോരൊന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ മോര് കറിക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. തേങ്ങ അരച്ചാൽ വെക്കുന്നെങ്കിൽ ഒരല്പം ചെറിയ ജീരകം ചേർത്തായിരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പം തേങ്ങ അരയ്ക്കുന്നില്ല, പെട്ടെന്ന് സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, കടുകിട്ട് കൊടുത്തു. ഇനി 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് കീറിയിട്ടത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഉലുവ ചേർത്ത് കടുക് വറുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ വേണം. ഇനി ഇവയൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരല്പം ഒരു മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, ചെറിയ നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. കടയിൽ നിന്ന് വാങ്ങിയ മോരായതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് 1-2 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ ഞാൻ എപ്പോഴും ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമേ മോരൊഴിക്കാറുള്ളൂ. ഞാനിവിടെ 1 കപ്പ് മോരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. മോരുകറിക്ക് നിറവില്ല എന്ന് ഓർക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ മോരിലേക്ക് ആ മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ച് നല്ല നിറമൊക്കെ കിട്ടും കേട്ടോ. നിറവില്ലെന്ന് ഓർത്ത് ഇനിയും മഞ്ഞൾപ്പൊടി ചേർക്കരുതേ. അപ്പോൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് 1 മിനിറ്റ് എടുത്തതേ ഉള്ളൂ ഒന്ന് കടുക് വറുക്കാനായിട്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വയ്ക്കാം. നമുക്ക് ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു. അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് ചമ്മന്തി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് ചുട്ടെടുത്തതാണ്. തേങ്ങയും കൂടെ ചുട്ടെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് മെഴുക്കുവരട്ടിയുടെ കാര്യം മറക്കരുതേ, വെന്തു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇപ്പോൾ പാകത്തിന് ഇവിടെ വെന്തിട്ടുണ്ട്. അധികം വെന്തും പോകരുത്, എന്നാൽ വേകുകയും വേണം. ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളകാണ്, വേറെ മസാലയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇവിടെ അതാണ് ഏറ്റവും ഇഷ്ടം. കൂടുതൽ മസാല ഇടുന്നതിനേക്കാളും ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് താല്പര്യം. മസാല ഇടണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് തുറന്ന് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഉപ്പും ചേർക്കാൻ മറക്കരുതേ. ഉപ്പും ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ചമ്മന്തി റെഡിയായി. അരകല്ലുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പം നമുക്കിവിടെ അരകല്ലില്ലാത്തതുകൊണ്ട് മിക്സ് മാത്രമേ പറ്റുള്ളൂ. ഇടയ്ക്ക് മെഴുക്കുവരട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഓംലെറ്റും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചോറ് വിളമ്പി കഴിക്കാം.
അപ്പോൾ ഇവിടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഇനിയും കഴിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് ചോറിനത്തില്ലേ. ചമ്മന്തി മാത്രം മതി. നമുക്ക് വേറെ എന്ത് വേണം? ചമ്മന്തിയും മോരുകറിയും മാത്രം മതി. നമുക്ക് ഇഷ്ടംപോലെ ചോറുണ്ണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.